അനിമോള് ഉച്ചക്ക് വഴക്കിന് ശേഷം ഗാർഡൻ ഏരിയയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് ഊഞ്ഞാലിലിരുന്ന് കരയുവാണ്. അനിമോളെ ആശ്വസിപ്പിക്കാനായിട്ട് അനീഷ് വന്ന് അടുത്തിരിപ്പുണ്ട്. കാരണം ഉച്ചക്കത്തെ അത്രയും വഴക്കിൽ എല്ലാവരും അനിമോൾക്കെതിരായിട്ടും അനീഷ് മാത്രമാണ് അനിമോളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. അപ്പോൾ അനീഷ് വന്നിട്ട് പറയുന്നത്, അനിമോളെ കരയല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അനീഷ് ചേട്ടാ ഒന്ന് ഓർത്ത് നോക്ക്, ഞാൻ ആ കറി മാറ്റി വെച്ചത് കുറച്ച് ചോറ് മിച്ചമുണ്ട്. അപ്പം നെവിനൊക്കെ ചോറ് വേണ്ടി വരും, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കറി മാറ്റി വെച്ചത്. മുമ്പേ ഞാൻ അങ്ങനെ കുറച്ച് കറിയും മാറ്റി വെക്കും, ചോറും മാറ്റി വെക്കും, വിശപ്പുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിനാണ് ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നെ എന്തൊക്കെ പറഞ്ഞ്. എനിക്കിവിടെ നിന്ന് പോയാൽ മതി അനീഷ് ചേട്ടാ, മനസ്സമാധാനമാണല്ലോ വലുത്, കഞ്ഞി കുടിച്ച് കിടന്നാലും. ഞാൻ എത്ര ആത്മാർത്ഥത ചെയ്തിട്ടും ഇവരുടെയൊക്കെ വായിൽ നിന്ന് കേൾക്കുന്നില്ലേ. അന്നത്തോടു കൂടി അന്ന് ആര്യനൊക്കെ ആ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിനോട് കൂടി ഞാൻ മതിയാക്കിയതാണ്. പിന്നെ ഇപ്പോൾ കിച്ചൺ ടീമിൽ ആരുമില്ല, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കയറി കുക്ക് ചെയ്തത്. ഞാനിതൊന്നും പഠിച്ചിട്ട് വന്നിരിക്കുമല്ല. ആദിലെ നൂറ് ഒന്നും എനിക്കൊരു ഹെൽപ്പ് ചെയ്യത്തില്ല. എന്നിട്ട് പോലും ഞാനൊരു പരാതിയില്ലാതെ എല്ലാവർക്കും രാവിലെ മുതലുണ്ടാക്കി സമയത്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ പറയാമോ അനീഷ് ചേട്ടാന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ അനീഷ് പറയുന്ന കരയല്ലേ പോട്ടെന്ന് പറഞ്ഞപ്പോൾ അനീഷ് ചേട്ടൻ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞാൻ ചെയ്തത് മോശമായ പ്രവൃത്തിയാണ്. ചോറ് വേണ്ടവർക്ക് കറിയും വേണമല്ലോ ചോറിൻ്റെ കൂടെ, അതുകൊണ്ട് മാറ്റി വെച്ചതാണ് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, എന്നെ ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിലെന്നും പറഞ്ഞ് കരച്ചിൽ.